എജയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ പരിപാടി നമ്മുടെ കാറിൽ ഒരു ഡാഷ് ക്യാം പിടിപ്പിക്കുക എന്നതാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഡാഷ് ക്യാം റെഡ് ടൈഗറിൻ്റെ ആണ്. റെഡ് ടൈഗറിൻ്റെ ഈ ഒരു മോഡലാണ്. അതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് F3 ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അൺബോക്സ് ചെയ്ത് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്ത് എങ്ങനെയുണ്ട് വീഡിയോ ക്വാളിറ്റി എന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്. ഇവിടെ റെഡ് ടൈഗർ എന്നുള്ള ബാഡ്ജിങ് ഉണ്ട്. ഇതാണ് ക്യാമറയുടെ മോഡൽ. ഇത് F3 എന്നുള്ള മോഡൽ നമ്പർ. പിന്നെ ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് വന്നിരിക്കുന്നത് ഡാഷ് ക്യാം F3 ഇമ്പോർട്ടഡ് ഇയർ. ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 5790 ആണ്, ഇൻക്ലൂഡിങ് ഓൾ ടാക്സസ്. നമുക്കിത് ഒരു 4999 ആമസോണിൽ അവൈലബിൾ ആണ് ഈ പ്രൊഡക്റ്റ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അൺബോക്സ് ചെയ്യാം. തുറക്കുമ്പോൾ നമ്മൾ ഫസ്റ്റിലേക്ക് കാണുന്നത് നമ്മുടെ ക്യാമറ തന്നെയാണ്. ഒരു ലെൻസ് പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് ഇവിടെ മോഡൽ നമ്പർ. ഇത് നമുക്ക് ട്വിസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ നമുക്കൊരു 3mm ടേപ്പ് കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് മിനി USB പോർട്ട് കാണുന്നുണ്ട്. ഇവിടെ SD ഇടാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ 2 ലൈറ്റ് ഇൻഡിക്കേഷൻ ഉണ്ട്. ഇത്രേ ഉള്ളൂ ഈ ക്യാമറയ്ക്കകത്ത്. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു മൈക്ക് അല്ലെങ്കിൽ സ്പീക്കർ ആയിരിക്കും ഇത്. ഇവിടെ ഒരു പവർ ഓൺ ബട്ടൺ ഉണ്ട്. ഇവിടെ നിന്ന് കുറച്ച് കേബിൾസ് വരുന്നുണ്ട്. ഇത് നമുക്ക് കാറിൻ്റെ പവർ ഔട്ടേൽ കൊടുക്കാം. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഇത് DC അഡാപ്റ്ററാണ്. 12 വോൾട്ട് 24 വോൾട്ട് ഔട്ട്പുട്ട് വരുന്നത് 5 വോൾട്ട് 3 ആംപിയർ ആണ്. പിന്നെ അതിൻ്റെ അതൊരു 3mm ടേപ്പ് ഒരെണ്ണം അഡീഷണൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു ടൂൾ വരുന്നുണ്ട്. ഈ ടൂളിൻ്റെ പേര് ക്രോബാർ എന്നാണ്. ഇത് നമുക്ക് വണ്ടിയുടെ ഈ വയറിംഗ് ഒക്കെ കറക്റ്റായിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഇടയ്ക്കോടെ കയറ്റി വിടാനൊക്കെ വേണ്ടിയിട്ട് ഉള്ളൊരു ടൂളാണിത്. പിന്നെ ഇതിൻ്റെ അകത്തൊരു ഫിലിം വരുന്നുണ്ട്. ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കറാണ്. നമ്മുടെ വിൻഷീൽഡിൽ ഈ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വേണം നമ്മുടെ ഡാഷ് ക്യാം ഒട്ടിക്കാൻ. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഡ്യൂറബിലിറ്റി കാണും. ഡാഷ് ക്യാം നന്നായിട്ട് ഫിക്സ് ആയിട്ടിരുന്നോളും. വെതറൊന്നും മാറുന്നതനുസരിച്ച് വലിയ പ്രശ്നം ഉണ്ടാവത്തില്ല. അതൊരു മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ കൊടുത്തിരിക്കുന്നത് ഒരു യൂസർ മാനുവലാണ്, റെഡ് ടൈഗറിൻ്റെ F3. അപ്പോൾ ഈ ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഇത് 2.5K റെസൊല്യൂഷൻ ഉള്ളതാണ്, വൈഫൈ ആപ്പ് ഉള്ളതാണ്, ലൂപ്പ് റെക്കോർഡിംഗ് ഉണ്ട്, G സെൻസർ ഉണ്ട്, വോയിസ് പ്രോംപ്റ്റ് ഉണ്ട്, 24 hour പാർക്കിംഗ് മോണിറ്റർ ഉണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്ത്. അപ്പോൾ 24 hour പാർക്കിംഗ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു എക്സ്ട്രാ ഹാർഡ്വെയർ വാങ്ങണം. പിന്നെ ഇത് നമുക്ക് മെമ്മറി കാർഡ് അവൈലബിൾ അല്ല. മെമ്മറി കാർഡ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം. പിന്നെ അതിൻ്റെ യൂസർ മാനുവലും ഇൻസ്റ്റാളേഷൻ ഗൈഡൻസും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇത്ര ഉള്ളൂ ഈ ബോക്സിൻ്റെ അത്. നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി നമുക്ക് അപ്പോൾ ഈ കൂടെ മെമ്മറി കാർഡ് അവൈലബിൾ അല്ല. അത് ഞാൻ എക്സ്ട്രാ ഒരു മെമ്മറി കാർഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സാംസങ്ങിൻ്റെ ഇവോ പ്ലസ് എന്ന് പറയുന്ന മെമ്മറി കാർഡാണ്. 128 GB മെമ്മറി കാർഡാണ്. അപ്പോൾ ഇത് സ്മാർട്ട് ഫോണിനും ക്യാമറയ്ക്ക്, ആക്ഷൻ ക്യാമറയ്ക്കും ഡ്രോണിനൊക്കെ യൂസ് ചെയ്യാവുന്ന കൂട്ട് മെമ്മറി കാർഡാണിത്. അപ്പോൾ ഇതിൻ്റെ MRP വരുന്നത് 2699 ആണ്. ഇത് നമുക്കൊരു 1000 റുപ്പീസ് താഴെ നമുക്കിത് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് കാറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇനി ബാക്കി ഡീറ്റെയിൽസ് പറയാം. ഇതിൻ്റെ അകത്ത് മിനി USB പോർട്ടാണ് വന്നിരിക്കുന്നത്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഒരു USB-C ടൈപ്പ് ഒക്കെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. അപ്പോൾ നമുക്ക് മൈക്രോ USB കാർഡും കൂടെ അങ്ങ് ഇൻസേർട്ട് ചെയ്യാം. അത് ഇങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ചുമ്മാ കണക്ട് ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന്. അപ്പോൾ നമുക്കിത് ഇവിടെ മിനി USB പോർട്ടുണ്ട്. അത് ഇതിലേക്ക് കണക്ട് ചെയ്ത് വയ്ക്കുന്നു. ഇത് നമ്മുടെ സിഗരറ്റ് ലൈറ്ററിലേക്ക് ചാർജിങ്ങിന് കൊടുക്കുന്നു. ഇനി ജസ്റ്റ് ആക്സറീസ് ഓണാക്കുമ്പോൾ ഇത് ഇവിടെ ഒരു ലൈറ്റ് വന്നിട്ടുണ്ട്. കളറിലുള്ള ലൈറ്റ് വന്നിട്ടുണ്ട്. ഒരു സൗണ്ട് കേട്ടു. അപ്പോൾ ഇത് റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്വിച്ച് ഉണ്ട്. ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഇവിടെ ഒരു റെഡ് ലൈറ്റ് നമുക്ക് കാണാം. റെഡ് ലൈറ്റ് ഇൻഡിക്കേഷൻ കാണാം. ഈ പവർ ബട്ടൺ ഒന്നും കൂടെ ഞെക്കി കഴിഞ്ഞാൽ സ്റ്റാർട്ട് റെക്കോർഡിംഗ് വന്നു. സ്റ്റാർട്ട് റെക്കോർഡിംഗ് വന്നു കഴിയുമ്പോൾ ഇവിടെ ഈ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആപ്പും കൂടെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ
വണ്ടിയിലേക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. വണ്ടിയുടെ പ്ലേ സ്റ്റോർ എടുത്തു. പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് ഇത് നമുക്ക് ആപ്പിൻ്റെ പേര് റെഡ് ടൈഗർ ഡാഷ് ക്യാം. റെഡ് ടൈഗറിൻ്റെ ഡാഷ് ക്യാം എടുത്ത് ഇൻസ്റ്റാൾ. ഇപ്പോൾ ഇൻസ്റ്റാളേഷനാണ്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഇതിൻ്റെ യൂസർ ഗൈഡൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ക്ലീൻ ചെയ്യുക. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കർ ഒട്ടിക്കണം. സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ 3M ടേപ്പ് ഒട്ടിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എവിടെയാണ് പൊസിഷൻ എന്നൊക്കെ കറക്റ്റ് നോക്കി മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് കണക്ട് ചെയ്യാൻ നേരം ഒന്ന് നമ്മുടെ ഈ വൈപ്പർ ഇതുണ്ടോ, ഇവിടെ നമ്മുടെ വിൻഷീൽഡ് വൈപ്പർ വരുന്ന ഭാഗം ഇവിടെ വരെയാണ് വൈപ്പർ വരുന്നത്. അപ്പോൾ ആ വൈപ്പറിൻ്റെ താഴെ നിന്നാലാണ് നമ്മൾ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ വ്യൂയിങ് ആംഗിൾ കറക്റ്റായിട്ട് ക്ലീൻ ആയിട്ട് പോകുള്ളൂ. അതുപോലെ നമുക്ക് ഈ മിററിൻ്റെ പുറകിൽ വരാൻ പാകത്തിനും നമുക്കത് ചെയ്യാം. അപ്പോൾ നമുക്ക് വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവത്തില്ല. നമുക്ക് നമ്മുടെ വ്യൂവിനെ അഫക്റ്റ് ചെയ്യാത്ത പോലെ നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ളൊരു പൊസിഷൻ കണ്ടുപിടിക്കണം. ആപ്പ് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ക്യാമറ ഒന്ന് ഓൺ ചെയ്തിട്ടേക്കാം. ആ ക്യാമറ സീറ്റ്ലൈറ്ററിൽ നിന്ന് എടുത്ത് അതിൻ്റെ കണക്ഷൻ ഡയഗ്രാം ഒക്കെ ഇതിൻ്റെ അകത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ പവർ ഓൺ ഫസ്റ്റ്. അടുത്ത് നമ്മൾ വൈഫൈയിൽ, അപ്പോൾ ഇതിൻ്റെ വൈഫൈയിലേക്ക് ഇത് കണക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ റെഡ് ടൈഗർ സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാസ്വേഡ് നമുക്ക് ഡിഫോൾട്ട് പാസ്വേഡ് വെച്ചിട്ട് അത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാമറയുടെ ആപ്പ് എടുക്കണം. എന്നിട്ട് കണക്റ്റ് എന്നുള്ളത് കൊടുക്കുക. എന്നുള്ളത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്യാമറയുടെ ഇത് വരും. ഇതിൻ്റെ അകത്ത് ഈ വീഡിയോ ശകലം ലാഗായിട്ടാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അത് കാരണം ഞാൻ ഫോണിലും കൂടെ ഒന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം. ആപ്പ് എടുത്തു. ആ ക്യാമറ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്യാമറ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഫോണായിട്ട് കണക്ട് ചെയ്തപ്പോൾ ഇതിന് ലാഗൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ സോഫ്റ്റ്വെയറിൽ അത്ര വർക്കിംഗ് അല്ലായിരുന്നു സംഭവം. ഇത് ക്യാമറ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു പൊസിഷൻ കറക്റ്റ് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ്. ഫോണിൻ്റെ അകത്ത് ക്യാമറ എനിക്ക് ലൈവ് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ആ പൊസിഷൻ ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ പൊസിഷൻ ഏകദേശം കണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കർ ഒട്ടിക്കുകയാണ്. ഗ്ലാസ് ക്ലീൻ ചെയ്തായിരുന്നു കേട്ടോ. കഴിഞ്ഞിട്ടത് ഇലക്ട്രോസ്റ്റാറ്റിക് സ്റ്റിക്കർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പം നിലവിൽ സ്റ്റിക്കർ ഒട്ടിച്ചു. അതിൻ്റെ പൊസിഷൻ കണ്ട് പിടിച്ചിട്ടുണ്ട് കറക്റ്റ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ 3mm ടേപ്പും കൂടെ പൊളിച്ച് കറക്റ്റ് പൊസിഷനിൽ വെച്ച് ഇത് വയ്ക്കാം. ഇതൊരു നല്ല പൊസിഷനാണ് ഇതിന്. ഇത് ഈ സൈഡിലേക്ക് ശകലം ഫോക്കസ്ഡ് ആണ് കേട്ടോ. ഇത് കറക്റ്റ് നേരെയല്ല ഇരിക്കുന്നത്. ഇത് ഈ സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ശകലം ഫോക്കസ്ഡ് ആണ്. എനിക്ക് തോന്നണം ഇതിപ്പോൾ ചൈനീസ് ഇമ്പോർട്ടറാണ്. അപ്പോൾ ഇത് ഈ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടികൾക്ക് വേണ്ടിയിട്ട് ഇത് ശകലം ലെഫ്റ്റ് സൈഡിലേക്ക് ഫോക്കസ്ഡ് ആണ്. എന്നാലും നമുക്ക് അതനുസരിച്ച് ഇത് പ്ലേസ് ചെയ്താൽ മതി. ഇനി നമുക്കിത് ഈ 3mm ടേപ്പ് പൊളിച്ചെടുക്കണം. എന്നിട്ട് ഇത് ജസ്റ്റ് അങ്ങ് ഫിക്സ് ചെയ്താൽ മതി. 3mm ടേപ്പ് റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് അങ്ങ് ഒട്ടിക്കുകയാണ്. നന്നായിട്ട് പ്രസ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്കിത് ടിൽറ്റ് ചെയ്യണതിന് കുഴപ്പമില്ല കേട്ടോ. ടിൽറ്റ് ചെയ്യാനുള്ളത് ഇതിൻ്റെ അകത്ത് ഇങ്ങനൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ആംഗിൾ ടിൽറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഗ്ലെയറിങ് വരുന്നുണ്ട് സ്ക്രീനിൽ.
പിന്നെ നമ്മളിത് വണ്ടി ഓണാക്കുമ്പോഴാണ് ഓണാവുന്നത്. വണ്ടി ഓഫാകുമ്പോൾ അപ്പം തന്നെ ഓഫായി പോവും. നമുക്കിത് ഫുൾ ടൈം റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അന്നേരം ഇതിന് സെപ്പറേറ്റ് ഹാർഡ്വെയർ കിറ്റ് വാങ്ങണം. അതേതാണ്ട് ഒരു 1500 റുപ്പീസും കൂടെ അഡീഷണൽ ആവും വയറിംഗ് കിറ്റിന്. പിന്നെ നമുക്ക് ഈ വയറൊക്കെ ഒന്ന് ഹൈഡ് ചെയ്തും കൂടെ വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ക്രോബാർ ടൂളും കൂടെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ യൂസ് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ വയറൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇത് ഇങ്ങനെ തള്ളിക്കയറ്റി വയ്ക്കാനുള്ളൊരു ടൂളാണിത്. ഇതിങ്ങനെ നല്ല രീതിയിൽ ഇതിൻ്റെ അകത്തോടെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോടെ ഇങ്ങനെ കയറ്റി ഇവിടെ നമ്മൾ ഇറക്കിയിട്ട് ഇത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ചാർജിങ് സോക്കറ്റിൻ്റെ അകത്തേക്ക് കണക്ട് ചെയ്തിടാം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്ന് തുറക്കണം. അത് ഞാൻ തുറന്ന് കാണിച്ചു തരാം. അത് തുറക്കാനായിട്ട് ഈ റബ്ബർ ബീഡിങ് ഊരണം. റബ്ബർ ബീഡിങ് പയ്യെ ഇങ്ങനെ ഊരിയെടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾക്കിത് ഈ സാധനം ഇത് നമുക്ക് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് പറഞ്ഞു പോരും. അപ്പോൾ ഞാൻ ഈ കണക്ഷൻ ഇവിടെ നിന്നൊന്ന് വിടിപ്പിക്കുകയാണ്. ഡാഷ് ക്യാമിൻ്റെ വിടിപ്പിച്ചിട്ട് അത് അടിയിൽ നിന്ന് കയറ്റി വിടാം. അതാ എളുപ്പം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഗ്ലൗ ബോക്സും കൂടെ ഒന്ന് ഊരി വയ്ക്കാം. സംഭവം ഇതിൻ്റെ അടിയിൽ കൂടെ കയറ്റി മാക്സിമം ഹൈഡ് ചെയ്ത് നമുക്ക് ലൈൻസിനോട്. അപ്പോൾ നമുക്ക് കേബിളിന് ലെങ്ത് കൂടുതലുണ്ട്. അത് ബാക്കി കേബിൾ നമുക്ക് ഇവിടെ ബൈൻഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള നീളത്തിൽ ഇവിടുന്ന് അകത്തേക്ക് എടുത്തുവിടാം. ഞാനിത് വീണ്ടും കണക്ട് ചെയ്ത് വിടുവാണ്. അപ്പോൾ നമ്മളവിടെ ആവശ്യത്തിനുള്ള ലെങ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇവിടെ ടൈ ചെയ്ത് വെക്കാം. അതിന് മുമ്പ് നമുക്കിതൊന്ന് ക്ലോസ് ചെയ്തേക്കാം. ഇനി എക്സ്ട്രാ കേബിൾസ് വരുന്നത് കറക്റ്റായിട്ട് എടുത്ത് വയ്ക്കണം. പിന്നെ ഇതിൻ്റെ അകത്ത് വേറെ ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ക്യാമറ സെറ്റിങ്സ് വരുന്നുണ്ട്. ക്യാമറ സെറ്റിങ്സിൻ്റെ അകത്ത് നമുക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാം. അതിൻ്റെ അകത്ത് നമുക്ക് സ്പീക്കറിൻ്റെ അതിൻ്റെ ലെവൽ എത്രയാണെന്നുള്ളത്, പിക്സലിൽ ഇത് നമുക്ക് ഷൂട്ട് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഫുൾ HD മതിയെങ്കിൽ 1080 റെക്കോർഡ് ചെയ്താൽ മതി. ഇതിപ്പോൾ നമുക്ക് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് 1440 കിടക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ലൂപ്പ് റെക്കോർഡിംഗ് ആണ് വരുന്നത്. ഓരോ 1 മിനിറ്റിൻ്റെയും ലൂപ്പ് റെക്കോർഡിംഗ് ആണ് കിടക്കുന്നത്. അത് വേണമെങ്കിൽ 2 മിനിറ്റ്സിൻ്റെ ആക്കാം, 3 മിനിറ്റ്സിൻ്റെ ആക്കാം. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. മെമ്മറി കാർഡ് ഫുള്ളാകുമ്പോൾ ആദ്യം റെക്കോർഡ് ചെയ്ത് റീറൈറ്റ് ചെയ്ത് പുതിയതായിട്ട് റെക്കോർഡാവും. അതുപോലെ തന്നെ ഈ കൊളീഷൻ സെൻസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വല്ല ഇമ്പാക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു ഫോൾഡറിൽ പെർമനൻ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വയ്ക്കും. അതിൻ്റെ സെൻസിറ്റിവിറ്റി എന്തിനും വേണമെന്നുള്ളതാണ് ഇത്. അത് നമുക്ക് ഓഫ് ചെയ്തിടാം, വേണേൽ ലോയിലിടാം, മീഡിയത്തിലിടാം, ഹൈയിലിടാം. ഇപ്പം ഇത് നിലവിൽ അത് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഏറ്റവും നല്ലത് ഏതാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഡിഫോൾട്ടിൽ തന്നെ കിടന്നോട്ടെ. പിന്നെയുള്ളത് നമുക്ക് വാട്ടർമാർക്ക് ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് വീഡിയോയുടെ കൂടെ തന്നെ ഡേറ്റ് വേണമെങ്കിൽ ഡേറ്റ് ഇടാം, ഈ ടൈമിൽ ലോഗോയോ വേണമെങ്കിൽ അങ്ങനെ ഇടാം, അല്ലെങ്കിൽ അത് ഓഫ് ചെയ്തിടാം. ഇത്രയൊക്കെയാണ് സെറ്റിങ്സ് വരുന്നുള്ളൂ. പിന്നെ അതല്ലാണ്ട് നമുക്ക് ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഫോട്ടോ എടുക്കാം. അതുകൂടാണ്ട് തന്നെ ഫോൺ വഴി നമുക്ക് ക്യാമറ ഫയൽസ് നമുക്ക് ആക്സസ് ചെയ്യാം. ഇതിപ്പോൾ നേരത്തെ റെക്കോർഡ് ചെയ്ത ഓരോ ഫയൽസാണ്, എല്ലാം 1 മിനിറ്റിൻ്റെ ഫയൽസായിട്ട് കിടക്കുന്നതാണ്. എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പോൾ നമ്മൾ ലോഗോയും ടൈമുമാണ് കൊടുത്തേക്കണേ. അത് കാരണം അതിൻ്റെ ടൈമും ലോഗോയും ഇവിടെ ഇങ്ങനെ വാട്ടർമാർക്കായിട്ട് വന്ന് കിടക്കും. നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ഇവിടുന്ന് എടുക്കണമെങ്കിൽ ഇവിടുന്നും സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലൂപ്പ് വീഡിയോസാണ് ഇതെല്ലാം. നമ്മൾ ഷോർട്ട്സ് എടുത്തേക്കുന്നതാണ്. ഇവിടെ നമ്മുടെ ലോക്ക്ഡ് വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോൾ അതിൻ്റെ അകത്തു നിന്നുള്ള സെൻസർ കൊളീഷൻ ഡിറ്റക്റ്റ് ചെയ്ത്
ക്യാമറ അനക്കമൊക്കെ ചെയ്തപ്പോൾ കൊളീഷനാന്നുള്ളത് ഡിറ്റക്ട് ചെയ്ത് അങ്ങനെ പെർമനൻ്റ് ആയിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽസാണ് ഇതൊക്കെ. ഇത് നമുക്ക് റെക്കോർഡിങ് സ്റ്റാർട്ട് സ്റ്റോപ്പും ചെയ്യാനുള്ള സ്വിച്ച് ആട്ടോ. റെക്കോർഡിങ് സ്റ്റോപ്പാണിപ്പോൾ. ഇപ്പോൾ റെക്കോർഡിങ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ക്യാമറയിലുള്ള സ്വിച്ച് വഴിയും ഹാൻഡിൽ ചെയ്യാം. പിന്നെ ഇതിൻ്റെ അകത്ത് ലോങ് പ്രസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് റീസെറ്റ് ആവും, ക്യാമറ റീസെറ്റും ആവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ പറയാൻ. ഇനി നമുക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഔട്ട്പുട്ട് എന്നും കൂടെ നോക്കാം. നമ്മളിനി കാണാൻ പോകുന്ന വിഷ്വൽസ് എല്ലാം ക്യാമറയുടെ ഡിഫോൾട്ട് മോഡായ 1440pയിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ലൈസൻസ് പ്ലേറ്റ് ഫ്രണ്ടിൽ നിന്ന് കാണത്തില്ലായിരുന്നു. അതിൻ്റെ ബാക്കിലുള്ള ലൈസൻസ് പ്ലേറ്റ് ക്ലിയർ ആണ്. ഉച്ചയ്ക്ക് 2:10 വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വെയിലും നിഴലും മാറി മാറി വരുന്നുണ്ട്. ലൈറ്റ് ബാലൻസിങ് ഒക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. ഈ ക്യാമറയുടെ വ്യൂയിങ് ആംഗിൾ വളരെ വൈഡാണ്. 170 ഡിഗ്രി വൈഡ് വ്യൂയിങ് ആംഗിൾ ഉണ്ട് ഈ ക്യാമറയ്ക്ക്. അതൊരു ഹൈലൈറ്റ് ആണ് ഈ ക്യാമറയുടെ. ഡാഷ്ബോർഡിൻ്റെ ഗ്ലെയറിങ് അത്യാവശ്യം വിസിബിൾ ആണ്. ടാക്സികളിൽ വരുന്ന യെല്ലോ ലൈസൻസ് പ്ലേറ്റ് റീഡ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇതുപോലെയുള്ള സ്ക്വയർ ലൈസൻസ് പ്ലേറ്റ് ആണ് റീഡ് ചെയ്യാൻ കൂടുതൽ ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ 2 വീലേഴ്സിൻ്റെ ലൈസൻസ് പ്ലേറ്റും റീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഇപ്പം ജസ്റ്റ് ഒരു ആക്സിഡൻറ്റ് നടന്നേ ഉള്ളൂ. ഒരു ആക്സിഡൻറ്റ് ടൈമിൽ നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യാനുള്ള ഒരു പ്രൂഫാണ് ഡാഷ് ക്യാമിൽ നിന്നുള്ള വിഷ്വൽസ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരം 4 മണിക്കുള്ള വിഷ്വൽസാണ്. ചില ഡാഷ് ക്യാമുകൾ നമ്മൾ സെറ്റിങ്സ് എത്ര മാറ്റിയിട്ടാലും ചെറിയൊരു ഹമ്പി ഇടുമ്പോഴത്തേക്കും ചെറിയൊരു ഗട്ടർ ഇടുമ്പോഴത്തേക്കും എല്ലാം ലോക്ക്ഡ് ഇവൻറ്റ്സ് ആയിട്ട് സേവ് ചെയ്ത് വയ്ക്കും. ഈ ഡാഷ് ക്യാം അതെല്ലാം വളരെ നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വൈകിട്ട് 5:41 ആണ്. ഡയറക്റ്റ് കണ്ണിലേക്കും ക്യാമറയിലേക്കും ഒക്കെ സൺലൈറ്റ് അടിക്കുന്ന ഒരു വിഷ്വലാണിത്. നമുക്ക് കണ്ണൊന്നും ശരിയും കാണത്തു പോലുമില്ല ഡയറക്റ്റ് സൺലൈറ്റ് കണ്ണിലേക്ക് അടിച്ചിട്ട്. ആ ടൈമിലുള്ള വിഷ്വൽസാണിത്. ഇപ്പോൾ ടൈം വൈകിട്ട് 6:37 ആയിട്ടുണ്ട്. വണ്ടികളെല്ലാം പയ്യെ ലൈറ്റ് ഓണാക്കി തുടങ്ങുന്ന ടൈമാണ്. ഈ ടൈം തൊട്ട് ലൈസൻസ് പ്ലേറ്റുകളൊന്നും അത്ര ക്ലിയർ അല്ല.
ഈ ക്ലിപ്പിൽ നമ്മൾ ഡാഷ് ക്യാമിൻ്റെ അകത്ത് മൈക്ക് ഓൺ ആക്കി ഇട്ടിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. വളരെ കുറച്ച് സൗണ്ടാണ് ഇത് ക്യാപ്ചർ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സൗണ്ട് ഇതിൻ്റെ മൈക്കിൽ കൂടെയുള്ള സൗണ്ടാണ്. ഇതിൻ്റെ സൗണ്ട് ക്യാപ്ചറിങ് കപ്പാസിറ്റി എത്രയുണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണിത്. നമ്മൾ നോർമൽ രീതിയിൽ സംസാരിച്ചിട്ട് ഇതിൻ്റെ അകത്ത് വളരെ ചെറിയ വോളിയത്തിലാണ് സൗണ്ട് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. നമുക്കിത് ഫുൾ ടൈം ഓണാക്കി ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇതിപ്പോൾ രാത്രി 7:23 ആയിട്ടുണ്ട്. ഫുൾ ഇരുട്ടായിട്ടുണ്ട്, ലൈറ്റ്സ് എല്ലാം പോയി. അപ്പോഴുള്ള വിഷ്വൽസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാമറയുടെ വില വരുന്നത് 5000 രൂപയാണ്. ഓഫർ ടൈം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറയും മെമ്മറി കാർഡും കൂടെ 5000 രൂപയ്ക്ക് കിട്ടും. ഇത് ബൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഒരു 5000 രൂപ താഴെ വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാമറയാണ്, ഡാഷ് ക്യാമാണ് ഇത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.